ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാനാണ് പോകുന്നത്. അതായത് വെണ്ടയ്ക്ക മുട്ടത്തോരൻ. അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇല്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചെറിയൊരു തോരൻ, വെണ്ടയ്ക്ക മുട്ടത്തോരൻ. ഓക്കെ, നമുക്കിന്ന് അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം കേട്ടെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ വെണ്ടയ്ക്ക മുട്ടത്തോരൻ്റെ അകത്തേക്ക് ഒരു 200-300 ഗ്രാം വെണ്ടയ്ക്ക നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരൊറ്റ സവോള കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് എടുത്തത്. പിന്നെ ഒരു 4 ഒനിയൻ ലീവ്സ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 പച്ചമുളക്, അതും ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 4 മുട്ടയും, ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 4 മുട്ടയും കൂടെയാണ് നമ്മൾ എടുക്കുന്നത്. 4 മുട്ടയും കൂടെ എടുക്കണം. അപ്പോൾ നമ്മൾ 4 മുട്ടയും കൂടെയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 4 മുട്ട, വെണ്ടയ്ക്ക, ഒരു സവോള, പിന്നെ ഇച്ചിരി കറിവേപ്പില, ഇച്ചിരി ഒരു 4 പീസ് ഒനിയൻ പീസ്, പിന്നെ ഒരു 4-5 പച്ചമുളക്. ഇത്ര സമയം നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ മുട്ട അവസാനമാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ട് ചൂടായതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് നമ്മൾ കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് സവോള നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സവോളയും പിന്നെ കറിവേപ്പിലയും കൂടെ അതിൻ്റെ ഇട്ട്, പിന്നെ നമ്മുടെ ഇച്ചിരി ഒനിയൻ ലീവ്സ് ഇട്ടിട്ടുണ്ട്. ഇതും ചൂടായി വന്നു കഴിഞ്ഞിട്ട് ആ സവോളയൊന്ന് ചെറുതായൊന്ന് ചെറിയൊരു ബ്രൗണിഷൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ ഒനിയൻ ലീവ്സ് വെച്ചിരുന്നത് അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ പച്ചമുളക് ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴേക്കും നമുക്ക് വെണ്ടയ്ക്ക, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂട്ടത്തിലൊരു ഇച്ചിരി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന വെണ്ടയ്ക്ക അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇളക്കി ഒരു ചെറുതായിട്ട് അങ്ങോട്ട് ഒന്ന് വാടി എത്തുന്നോളം വരെ ഇത് ഒന്ന് ചൂടായി നല്ലതൊന്ന് വാടുമ്പി കഴിഞ്ഞാണ് നമ്മൾ ഈ മുട്ട ചേർക്കുന്നതിൻ്റെ അകത്തേക്ക്. ഇതിൻ്റെ കൂടെ ഇച്ചിരി ബീഫ് മസാലയോ അല്ലെങ്കിൽ ഇച്ചിരി ചിക്കൻ മസാലയോ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഇച്ചിരി ചിക്കൻ മസാല ചേർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു ലേശം ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നല്ലപോലെ വാടി വരുന്നോളം വരെയും ഇതൊന്ന് ഒരു പകുതി കുക്കിംഗ് ആവുന്നോളം വരെയും ഇത് നമ്മൾ വയ്ക്കുക. പകുതി കുക്കിംഗ് ആയതിനു ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കും. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല കുക്കിംഗ് ഏകദേശം ഒരു ഹാഫ് കുക്കിംഗ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കണം.
നമ്മളതിൻ്റെ അതിലേക്ക് മുട്ട അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. മുട്ട അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ നന്നായി ഇളക്കുക. ചെറിയ ഈ മുട്ടയെല്ലാം ഒന്ന് ഇതിൽ പിടിച്ച് നല്ല ഡ്രൈ ആയി വരും. ഇപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മുട്ടത്തോരൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക മുട്ടത്തോരൻ അത് ഈ നമ്മൾ ചീരയൊക്കെ വെക്കുന്ന പോലെ നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ വെണ്ടയ്ക്ക മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല കൊള്ളാം, അടിപൊളി. ഇപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് വെണ്ടയ്ക്ക മുട്ടത്തോരൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അടുത്ത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.